പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വം. നല്ല പ്രഭാതത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കരുണയിൻ സാഗരമേ, ശോകക്കോടും വെയിലേറിടുമ്പോൾ, കരുണയിൻ സാഗരമേ, ശോകക്കോടും വെയിലേറിടുമ്പോൾ, മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താൻ, മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താൻ, കൃപയരുൾക കൃപയരുൾക, അളവെന്നെ പകർന്നിടുക ഈ ഭൂവിലൻ യാത്രയതിൽ, ദൈവകൃപയരുൾക ഈ ഭൂവിലെ യാത്രയതിൽ, ദൈവകൃപയരുൾക. ഒരുക്കിയല്ലോ, അത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവസ്ഥലിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും അഭിഷിക്തമാർക്കും പിതാക്കന്മാർക്കും മാതാക്കന്മാർക്കും ക്രിസ്തയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. കർത്താവ് പിന്നെയും നമ്മെ ബലപ്പെടുത്തേണ്ടതിന്, ശക്തിപ്പെടുത്തേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാമല്ലോ. ആമേൻ. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആമേൻ, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 32-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു: ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിഞ്ഞത്. സ്തോത്രം. ഒരു രാജാവ് നീതിയോടെ വാഴും. ആമേൻ. നമുക്കൊരു രാജാവുണ്ട്, ഉണ്മയോടെ വാഴുന്ന ഒരു രാജാവ് നമുക്കുണ്ട്. അത് നമുക്ക് തന്നെ അറിയാം ആ രാജാവ് ആരാണെന്ന്. സ്തോത്രം. ഇവിടെ ഈ വാക്യത്തിൽ വ്യക്തമാക്കുന്നു. അതിന് തലക്കെട്ട് പറയുന്നത് ഇങ്ങനെയാ: ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ ആമേൻ ഭാഗങ്ങൾ എന്ന് നമുക്കിവിടെ കാണുന്നു. സ്തോത്രം. അപ്പോൾ ഇത് യേശു കർത്താവിൻ്റെ ആമേൻ സ്ഥാനമേറ്റെടുക്കുന്ന, രാജ്യത്വം ഏറ്റെടുക്കുന്ന, രാജാവായി താൻ വരുന്ന ഒരു വെളിപ്പാട് ഇവിടെ പ്രവാചകനായിരിക്കുന്ന, ആമേൻ, പ്രവാചകന്മാരിൽ വലിയ പ്രവാചകനായിരിക്കുന്ന യെശയ്യാപ്രവാചകൻ അതിശക്തമായി വിളിച്ചു പറയുന്നതാണ്: ഒരു രാജാവ് നീതിയോടെ വാഴും. ആമേൻ. ഇന്ന് ആമേൻ ഒരു നീതി ആമേൻ ഇല്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. നീതി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി കാണിക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു. ആമേൻ. പലർക്കും പല നീതികൾ ഈ ഉലകത്തിൽ ഉണ്ട്. സ്തോത്രം. ഓരോ വ്യക്തികൾക്കും ഓരോ നീതി. സ്തോത്രം. ആ നിലയിലാണ് കാലഘട്ടം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്ന കർത്താവിൻ്റെ ഭക്തന്മാർക്കും ആമേൻ കർത്താവ് പറയുന്നത്: ഒരു രാജാവ് നിനക്ക് നീതിയായി ആമേൻ വാഴുവാൻ പോകുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നീതിയായി ഒരു രാജാവ് വാഴണമെങ്കിൽ, ആമേൻ, നീതിയോടെ ഒരു രാജാവ് ആമേൻ രാജസ്ഥാനം ഏറ്റെടുക്കണമെങ്കിൽ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, അത് ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ആമേൻ ഒരാൾ ഭരിക്കാൻ, ഹല്ലേലൂയ, ഒരാൾ നയിക്കാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെങ്കിൽ അത് വളരെ ചന്തമായിട്ട് കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് പകൽക്കാലം വെളിപ്പെടും. ആമേൻ. സഭകൾക്കാണെങ്കിലും വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും ഒരാൾ ആമേൻ നയിക്കാനുണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ട് ജീവിതം മുൻപിലോട്ട് കടന്നു പോകും. പലപ്പോഴും ആമേൻ പ്രൈസ് ദി ലോർഡ് നയിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പലതും തച്ചുടഞ്ഞു പോകുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് കടന്നു വരാൻ കഴിയുമ്പോൾ നോക്കൂ, ഈ വാക്യത്തിലേക്ക് നമ്മൾ വരും. ഇതിനകത്ത്, ഈ അധ്യായത്തിനകത്ത് ആമേൻ
ഒരു കൂട്ടം വാക്യങ്ങൾ ഇതിനകത്തിരിക്കും. ഇതിൻ്റെ 15-ാമത്തെ വേദാംശത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമിയിൽ ഉദ്യാനമായി തീരും. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകലിൽ ഉയരത്തിൽ നിന്ന് ആത്മാവ് നമ്മുടെ മേൽ വരുവോളം തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ മേൽ വരുമ്പോൾ അതിൻ്റെ 17-ാമത്തെ വാക്യം പറയുന്നത് നീതിയോടെ സ്തോത്രം, നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രമവും നിർഭയത്വവും ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നീതിക്ക് ഒത്തിരി കാര്യങ്ങൾ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നീതിയോടെ ഭരിക്കുന്ന, നീതിയെ ഇഷ്ടപ്പെടുന്ന, നീതിയുടെ മുമ്പിൽ നീതി പ്രവർത്തിക്കുന്ന, സമാധാനവും നീതിയുടെ ഫലവും ശാശ്വത വിശ്രമവും നിർഭയത്വവും ആയിരിക്കുമെന്ന് പ്രവാചകൻ വിളിച്ചു പറയുമ്പോൾ അടുത്ത് പറയുന്നത്, എൻ്റെ ജനം സമാധാനത്തെ വാസസ്ഥലവും നിർഭയം സ്ഥലങ്ങളും സ്വൈര്യമുള്ള വിശ്രമ സ്ഥലങ്ങളിലും പാർക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്വൈര്യമുള്ള വിശ്രമ സ്ഥലങ്ങളിലൊക്കെ ദൈവജനം എന്ത് ചെയ്യും? എൻ്റെ ജനം പാർക്കും. പ്രൈസ് ദി ലോർഡ്. അവരൊന്നും ഞൊടിയിടയിൽ മാറിപ്പോകുന്നവരല്ല. അവരൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ ഉന്മയോടെ നിൽക്കുവാൻ ഇന്ന് പകൽക്കാലം തയ്യാറാണെങ്കിൽ, ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, 32-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന മണിക്കൂറിലേക്ക്, അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: ഉയരത്തിൽ നിന്ന് ആത്മാവ് എന്ത് ചെയ്യണം? നമ്മുടെ മേൽ പകരുവോളം. സ്തോത്രം. അപ്പോൾ ഈ ആത്മാവിനെ നമ്മുടെ മേൽ എന്ത് ചെയ്യണം? ദൈവം പകരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ആത്മാവ് നിങ്ങളുടെ മേൽ വരുവോളം നിങ്ങൾ എവിടെ പാർക്കണം? യെരൂശലേമിൽ നിങ്ങൾ പാർക്കണമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. അപ്പോൾ യെരൂശലേമിൽ പാർക്കുക മാത്രമല്ല, യെരൂശലേമിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്ന തലത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യെരൂശലേമിൻ്റെ ഒരു ഭാഗത്ത് നിങ്ങൾ പോയി പാർക്കാനല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. യെരൂശലേമിനകത്ത് എൻ്റെ നീതിയുള്ള കരം വെളിപ്പെടുമെന്ന് ആവർത്തിച്ച് പരിശുദ്ധാത്മാവ് വ്യക്തമായി ശക്തമായി വിളിച്ചു പറയുമ്പോൾ 35-ാമത്തെ അധ്യായം യെശയ്യാവ് പറയുന്നു, 1-ാമത്തെ വാക്യത്തിലേക്ക് പറയുന്നത് ഇങ്ങനെയാണ്: മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ചും പരുന്നീർ പുഷ്പം പോലെ പൂക്കും. ഇന്ന് പകൽക്കാലം ചില വരണ്ട് കിടക്കുന്ന ഇടങ്ങൾ ഇനി ഫലമൊന്നുമില്ല എന്ന് പറഞ്ഞ് ശത്രു അടിച്ചമർത്തി വച്ചിരിക്കുന്ന ചില ഭാഗങ്ങൾ ഈ പ്രഭാതത്തിൽ സ്വർഗം പറയുന്നു, ആ വരണ്ട നിലമൊക്കെ എന്ത് ചെയ്യാൻ പോകുന്നു? ആനന്ദിക്കാൻ പോകുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വരണ്ട് കിടക്കുന്ന, ഇനി പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്നത് ഇങ്ങനെയാണ്: ആ വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന ദൈവജനത്തെ ഇന്ന് പകൽക്കാലം ഉയർത്തി പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ കർത്താവ് സ്തോത്രം ശക്തനായ ദൈവമാണ്. അതാണ് ഇവിടെ നമ്മൾ അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നത്: തളർന്ന കൈകളെ ബലപ്പെടുത്തുവീൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവീൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറയുവീൻ. സ്തോത്രം. അപ്പോൾ ദൈവം നമ്മെ വിടുവിപ്പാൻ മാത്രമല്ല, രക്ഷിപ്പാൻ മാത്രമല്ല, നമ്മുടെ മേൽ ഒരു ആത്മാവിനെ കൂടെ പകരുമെന്ന് പറഞ്ഞാൽ ഈ പകൽക്കാലം സ്തോത്രം പറയാൻ പറ്റൂ. ഒരു ആത്മാവിനെ കൂടെ ദൈവം പകരാൻ പോകുക. സ്തോത്രം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഉയരത്തിൽ നിന്ന് ആത്മാവിനെ എന്ത് ചെയ്യണം? നമ്മുടെ മേൽ വരുവോളം തന്നെ, അപ്പോൾ മരുഭൂമിയിൽ ഉദ്യാനമായി തീരും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം നിറഞ്ഞ ആത്മാവിനകത്ത്
ഒരു ദൈവ പൈതൽ ആയിരിക്കുമെങ്കിൽ അവിടെ നടക്കാനാ ബുദ്ധിമുട്ട്, ആത്മാവിനകത്ത് നിൽക്കാനാ ബുദ്ധിമുട്ട്, പരിശുദ്ധാത്മാവിൽ നയിപ്പാനാ ബുദ്ധിമുട്ട്. അതിലേക്ക് ഒരു ദൈവ പൈതൽ കാത്തിരിക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം, നമ്മോട് സംസാരിക്കുന്ന, നമ്മോട് ഇടപെടുന്ന, നമ്മോട് ആമേൻ സ്തോത്രം ഓരോ മിനിറ്റുകളും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആ ദൈവസാന്നിധ്യം ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നതാണ്. ഹല്ലേലൂയ. കാത്തിരിക്കുന്നവരെന്ത് ചെയ്യും? അവർ ശക്തിയെ പുതുക്കും. പ്രൈസ് ദി ലോർഡ്. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെന്ന് യെശയ്യാപ്രവാചകൻ പിന്നെയും നമ്മോട് വിളിച്ചു പറയുമ്പോൾ, ദൈവപൈതലെ ആമേൻ സ്തോത്രം, ദൈവത്തിൻ്റെ മഹത്വമേറിയ പ്രവൃത്തി നമ്മുടെ കൂടാരത്തിൽ ഇന്ന് പകൽക്കാലം വെളിപ്പെടണം. അങ്ങനെയെങ്കിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മളുടെ വായിച്ച അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ആമേൻ സ്തോത്രം. 32-ാമത്തെ അധ്യായമാണല്ലോ നമ്മളിവിടെ വായിച്ചു കേട്ടത്. ആമേൻ 32-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. ഒരു അധികാരം നടത്തും, ന്യായത്തോടെ ഒരു അധികാരം നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം വയ്ക്കാൻ പോകുകയാണ്. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ദൈവം ഞങ്ങൾക്കൊരു പ്രഭാതം കൂടെ ഒരിക്കലോ നാഥ അത്ഭുതം ചെയ്യണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.